ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സ്ഥലം വിട്ടു നൽകി മാറിപ്പോകേണ്ടി വന്നവർ ഇഫ്താർ വിരുന്നിലൂടെ വീണ്ടും ഒത്തുചേർന്നു. നേരത്തെ ഒരു കുടുംബം പോലെ കഴിഞ്ഞു വന്നിരുന്ന 9 കുടുംബങ്ങളാണ് ഹൈവേ വികസനത്തിന്റെ ഭാഗമായി വേർപിരിഞ്ഞു പോയത്. മണിക്കൂറുകൾ നേരത്തേക്കാണെങ്കിലും പഴയ പോലെ ഒന്നിക്കാൻ അവർ തന്നെ സംഘടിപ്പിച്ചതാണ് ഇഫ്താർ വിരുന്ന്. എടത്തനാട്ടുകര പടിക്കപ്പാടത്താണ് ഈ സ്നേഹസംഗമം നടന്നത്. പടിക്കപ്പാടം പ്രദേശത്തെ രണ്ടായി ഭാഗിച്ചാണ് ഗ്രീൻഫീൽഡ് ഹൈവേ എടത്തനാട്ടുകരയിലൂടെ കടന്നു പോകുന്നത്. റോഡിനായി സ്ഥലം ഏറ്റെടുത്തതോടെ പടിക്കപ്പാടത്തെ 9 കുടുംബങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഇവർ പല ഭാഗങ്ങളിലേക്കായി പോയി. എന്നും കണ്ടിരുന്നവരെ പിന്നെ ഒരു തവണ പോലും കാണാതെയുമായി. എന്നാൽ ഇവർ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടിയിരുന്നില്ല. എല്ലാ വിശേഷങ്ങളും ഇപ്പോഴും പരസ്പരം അറിയിക്കാറുണ്ട്. തുടർന്നും ബന്ധം നിലനിർത്തുമെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മഠത്തൊടി പറഞ്ഞു. ഇനിയും ഈ ബന്ധം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കും. റോഡ് വന്നാലും ഈ അയൽപക്ക ബന്ധം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ഈ നോമ്പുതുറ മറ്റുള്ള എല്ലാ പരിപാടികളും ഞങ്ങളിവിടെ കൂട്ടായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇനിയും അത് തുടർന്നു പോകണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. മാറിപ്പോയവരും നിലവിലവിടെ ഉള്ളവരും ചേർന്നാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ഒരുമിച്ചിരുന്ന് പഴയ വിശേഷങ്ങൾ പങ്കുവച്ച് അവർ ഭക്ഷണം പാകം ചെയ്തു. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരും പ്രായമായവരും സംഗമത്തിലെത്തിയിരുന്നു. തുടർന്ന് എല്ലാവരും കൂടിയിരുന്നുള്ള നോമ്പുതുറയും. എല്ലാ വർഷവും നോമ്പുതുറ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് PK സമീർ ബാബു പറഞ്ഞു. ഈ സ്ഥലം ചിലപ്പോൾ ഇനി അടുത്ത വർഷമാകുമ്പോൾ ഞാൻ ഗ്രീൻഫീൽഡായി പോകും. എങ്കിലും നമ്മളെ ഇതിൻ്റെ ഈ അയൽവക്കങ്ങളിലെ വേറെ വീടുകളുണ്ടല്ലോ, ഈ വീടുകളിലാണ് നമ്മൾ ഇതുപോലെ ഉദ്ദേശിക്കുന്നത്. ഈ ഇപ്പോൾ മാറിപ്പോയ വീടുകളിലൊക്കെ കുടിയിരിക്കൽ പോലുള്ള പരിപാടികളിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി പിരിയലുണ്ട്. ഇത് മരിക്കുന്നവരെ ഈ ബന്ധം നിലനിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളും മക്കളിലൊക്കെ ആ സൗഹാർദ്ദ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ തങ്ങളുടെ ജീവിതവും പ്രദേശത്തിന്റെ ഒരുമയും CH അബ്ദുറഹ്മാൻ പങ്കുവച്ചു. മുമ്പ് കാലത്ത് ഇവിടെ ഓലമേഞ്ഞ വീടുകളായിരുന്നു, അതേപോലെ ചെറുതായിട്ടുള്ള ഓടിട്ട വീടുകളായിരുന്നു. ഇന്നത്തെ കാണുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ ഞങ്ങളുടെ വീടുകൾക്കൊന്നും വാതിലുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു വാതിൽ അടച്ചു കൂട്ടുന്നതോ സംവിധാനങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വേറിട്ട് പോയപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു, ഒരു ഷോക്ക് പോലെ ആയിരുന്നു അത്. 27-ാം രാവിൽ അവർ നോമ്പ് തുറന്ന സ്ഥലം ഒരുപക്ഷെ അടുത്ത വർഷം അതുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും പ്രദേശത്തു തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തി ഈ സംഗമം നടത്തണമെന്ന ഉദ്ദേശത്തിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താണി. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.